പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിയുമെന്നും പകരക്കാരനെത്തുമെന്നുമുള്ള വാർത്തയ്ക്ക് വളരെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നാം അത് കേട്ടതാണ്. പക്ഷേ വീണ്ടും ആ വാർത്ത ചൂടുപിടിക്കുമ്പോൾ BJPയിൽ രണ്ടാമനാരാണ്, ഇല്ലെങ്കിൽ മോദിക്ക് പകരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് ജനം ഉറ്റുനോക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു പുതിയ സർവേ ഫലം ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ, അതായത് 543 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ച് നടത്തിയ ഒരു സർവേയാണ്. ആ സർവേയിലെ ഫലം വ്യത്യസ്തമാണ്. അത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ആരെയാണ് അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്നത് എന്നുള്ള ഒരു രസകരമായ ഒരു കൗതുകം കൂടി ഈ സർവേയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും യോഗി ആദിത്യനാഥ് അല്പം പിന്നാക്കം പോയി എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും രണ്ടാമനായി മോദിക്ക് പിൻഗാമിയായി എത്തുന്നത് അമിത്ഷായാണ് കൂടുതൽ പേർ പിന്തുണച്ചിരിക്കുന്നത്, 25% പേർ. അതിൽ തന്നെ 31% പേരും ദക്ഷിണേന്ത്യക്കാരാണ് അമിത്ഷാ ഏറ്റവും കൂടുതൽ പിന്തുണച്ചവരിൽ. അതായത് 25% പിന്തുണ, അതിൽ 31% ദക്ഷിണേന്ത്യക്കാരാണ്. ഒപ്പം തന്നെ അതിന് തൊട്ട് താഴെ യോഗി ആദിത്യനാഥ് 19% ജനപിന്തുണയുമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് ജനം നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജനം കരുതുന്ന വ്യക്തി യോഗി ആദിത്യനാഥാണ്. അതിന് പ്രധാന കാരണമായി ഈ സർവേയിൽ തന്നെ അവർ പറയുന്നത്, ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് മുഴുവൻ പഴിയും കേൾക്കേണ്ടി വന്നത് യോഗി ആദിത്യനാഥിനാണ്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ BJPക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആകാം ഒരുപക്ഷെ അല്പം പിന്നോട്ട് മാറിയിരിക്കുന്നത്. അതിന് പറയാനൊരു കാരണം കൂടിയുണ്ട്. ഈ അമിത്ഷായ്ക്ക് മുൻപുണ്ടായിരുന്ന ജനപിന്തുണ ഇപ്പോഴില്ല. മുൻപ് 2 സർവേകൾ ഇത്തരത്തിൽ നടന്നിരുന്നു. ആ സർവേയിലെല്ലാം അമിത്ഷായുടെ ജനപിന്തുണ, അതായത് മോദിക്ക് പകരം അമിത്ഷാ എത്തുമെന്ന് പറഞ്ഞവരുടെ പിന്തുണ 29% ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ, നടന്ന സർവേയിൽ. രണ്ടാം നടന്ന സർവേയിൽ 28% ഇപ്പോൾ അത് 25%. യോഗിയുടെ അല്പം കുറഞ്ഞിട്ടുണ്ട്, 19% രണ്ടാമത് നടന്ന സർവേയിൽ, ഇതിന് തൊട്ടു മുമ്പ് നടന്ന സർവേയിൽ യോഗി ആദിത്യനാഥ് ആയിരുന്നു 2ാം സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ അത് 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. പിന്നീട് 4ാമതായി ജനം കരുതുന്നത് നിതിൻ ഗഡ്കരിയാണ്. 13% പേർ നിതിൻ ഗഡ്കരിയെ പിന്തുണയ്ക്കുന്നുണ്ട്. രാജ്നാഥ് സിംഗിനെയും ശിവരാജ് സിംഗ് ചൗഹാനെയും 5% പേർ പിന്തുണയ്ക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, രാജ്നാഥ് സിംഗും ശിവരാജ് സിംഗ് ചൗഹാനുമൊക്കെ 2.5% പിന്തുണ വർദ്ധിക്കുകയാണ്. അമിത്ഷായ്ക്ക് പിന്തുണ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 2ാം സ്ഥാനത്താണ്. യോഗിക്കും പിന്തുണ കുറയുമ്പോൾ ഈ രാജ്നാഥ് സിംഗിനും ശിവരാജ് സിംഗ് ചൗഹാനുമൊക്കെ അത് പിന്തുണ 2.5% വർദ്ധിക്കുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ജനങ്ങളുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മൂഡ് ആണ് ഈ സർവേ ഫലത്തിൽ തെളിയുന്നത്. അതാണ് മൂഡ് ഓഫ് ദ നേഷൻ ഇന്ത്യ ടുഡേയുടെ പുതിയ സർവേ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.